നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. തിരുപ്പിറവിയെ വരവേൽക്കാൻ നാടൊരുങ്ങി. കരോളും ബോൺ നത്താലെയുമായി ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമായി. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ടിനോടനുബന്ധിച്ച നൃത്ത സംഗീതോത്സവം ആരംഭിച്ചു. ചന്ദ്രാപിന്നി SNSCയുടെ അഖില കേരള വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ വരവറിയിച്ച വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിൽ ക്രിസ്തുമസ് കരോൾ ബോൺ നത്താലെ അരങ്ങേറി. പള്ളിയിൽ നിന്ന് ആരംഭിച്ച കരോൾ ദേശീയപാതയിലൂടെ സഞ്ചരിച്ച് വലപ്പാട് ചന്ത മൈതാനിയിൽ സമാപിച്ചു. വികാരി ഫാദർ ജെൻസ് തട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കൈക്കാരന്മാരായ ANP ജോൺസൺ, ഡെൻസൻ ചെറുവത്തൂർ, ജിജോ ജോസ്, കൺവീനർ ജോർജ് തട്ടിൽ, അജീഷ് ജോർജ്, അനീഷ റാണി, കുടുംബ കൂട്ടായ്മ കൺവീനർ CA ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി. വിവിധ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ വിവിധ തരം പ്ലോട്ടുകൾ കരോളിന് പകിട്ടേകി. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. Christmas, Christmas, Merry Christmas. പൊന്നത്താലേ means Merry Christmas. സ്നേഹത്തിൻ പുതുവർണ്ണ കാഴ്ചയുമാ പൊന്നത്താലേ വീണ്ടും വന്നിരുന്നു. പഴുവിൽ സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ KCSL സംഘടന അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് ക്രിസ്തുമസ് സമ്മാന കിറ്റ് നൽകി. അരിയും പലവ്യഞ്ജനങ്ങളും കേക്കും ഉൾപ്പെടെ ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ സമാഹരിച്ച് വീടുകളിൽ എത്തിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പോൾ TA അധ്യക്ഷനായി. വാർഡ് മെമ്പർ റാഫി കൊമ്പൻ, പ്രധാനാധ്യാപിക റീമ CR, ഫസ്റ്റ് അസിസ്റ്റന്റ് റെനി പോൾ, കോർഡിനേറ്റർമാരായ ആൽവിൻ TP, ബിജി ജോൺ, ധന്യ ഗോപകുമാർ, അധ്യാപിക ടെജി ജോർജ് എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ സെന്റ് ജൂഡ് ദേവാലയത്തിലെ പിറവി തിരുനാളിനോടനുബന്ധിച്ച് കരോൾ ആഘോഷിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് തൃപ്രയാർ സെന്റ് ജൂഡ് ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ട തൃപ്രയാർ നഗരവീഥിയിലൂടെ നൂറുകണക്കിന് പാപ്പമാരുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും ചലിക്കുന്ന പുൽക്കൂടുകളുടെയും നൃത്യങ്ങളുടെയും അകമ്പടിയോടെ നഗരത്തെ വലം വെച്ച് പള്ളിയിൽ എത്തിച്ചേർന്നു. വികാരി ഫാദർ ടെഡ്സ് കുന്നപ്പിള്ളി, കൈക്കാരന്മാരായ റോബിൻസൺ, സോണി, കൺവീനർമാരായ ആൻലി, ജോഷൻ, സ്റ്റെഫി, ആൽവിൻ എന്നിവർ നേതൃത്വം നൽകി. 13ാം വാർഡ് മെമ്പർ TC ഉണ്ണികൃഷ്ണൻ കരോൾ ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് വലപ്പാട് ഡിവിഷനിലെ UDF അംഗങ്ങൾ ക്രിസ്തുമസ് കേക്കും മധുരവുമായി വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് സന്ദർശിച്ചു. ഇടവക വികാരി ഫാദർ ജെൻസ് തട്ടിൽ, ബ്ലോക്ക് മെമ്പർ ഷാമില സലീം, നിയുക്ത നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, വാർഡ് മെമ്പർ PA ഷഹർബാൻ, വലപ്പാട് 4ാം വാർഡ് മെമ്പർ നസീമ ബഷീർ, മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് മാസ്റ്റർ,
നേതാക്കളായ CR അഴ്മുഖൻ, ANG ജെയ്ക്കോ, CK ഉല്ലാസ്, MA സലീം, മെയ്ജി തോമസ്, ഡേവിസ്, UAE ഇൻകാസ് പ്രതിനിധി TA രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവക അംഗങ്ങളും പ്രവർത്തകരും ചടങ്ങിന് നേതൃത്വം നൽകി. തിരുപ്പിറവിയെ അനുസ്മരിക്കുന്നതാണ് നമ്മുടെ ക്രിസ്മസ്. അവിടുന്ന് ദൈവമായിരിക്കുന്ന ആ സമാനത മുറുകെ പിടിക്കേണ്ട കാര്യം പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ഈ ഭൂമിയിൽ അവതരിച്ചു. അതെ, ഈശോ ഈ ഭൂമിയിൽ അവതരിച്ചതിൻ്റെ ആ മനോഹരമായ ദിനം, ഈ ക്രിസ്മസ് ദിനം ലോകമെങ്ങും ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ബ്ലോക്ക് മെമ്പേഴ്സ്, അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പേഴ്സ്, അതുപോലെ സഹപ്രവർത്തകരെ എല്ലാവരെയും എവർക്കും ഈ ദിനത്തിൻ്റെ, ഈ ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സമാഗതമാകുന്ന പുതുവത്സരത്തിൻ്റെ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു. യുവാവിനെ കത്തിക്കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. തൃപ്രയാറിൽ ബാറിന് സമീപം വെച്ച നാട്ടിക പള്ളം ബീച്ച് സ്വദേശിയെ കത്തിക്കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിനാണ് നാട്ടിക വല്ലത്ത് റോഡ് സ്വദേശി വേട്ടുവൻതറ വീട്ടിൽ റിധിനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ SHO അനിൽകുമാർ, SI എബിൻ CN, ഡ്രൈവർ ചഞ്ചൽ GS, CPO അനൂപ് കുമാർ, CPO മാഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കഴിമ്പ്രം ബീച്ചിൽ നാട്ടിക CC മുകുന്ദൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 5,70,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച LED ലൈറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം നടന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ PS ഷജിത് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് കഴിമ്പ്രം ഡിവിഷൻ മെമ്പർ താരാബാബു, കിഷോർ വാൾപ്പുള്ളി, VP സാൽ, PS നിമോദ്, ശ്രേയസ് രാമചന്ദ്രൻ ഏറാട്ട് എന്നിവർ സംസാരിച്ചു. നമ്മുടെ പ്രദേശത്ത് നടക്കാൻ പോകുന്നതും നടത്തിയ കാര്യങ്ങളൊക്കെ ഭംഗിയായി നമ്മളോട് സംസാരിക്കാണ്ട് അവരോട് പറയാണ്ടായി. അപ്പോൾ ഇതൊക്കെ സത്യമല്ലേ എന്നാണ് അവർ ചോദിച്ചത്. സത്യമാണ്. എന്തായാലും അടുത്ത് തന്നെ നമുക്കിതൊക്കെ വളരെ മാറ്റങ്ങൾ ഉണ്ടാകും. പിന്നെ ഈ പറഞ്ഞ പോലെ, ആ സഖാവ് പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ പൈസ ചെലവ് ചെയ്യുമ്പോൾ അതൊരു ഒരു മാതൃകമായ ഒരു പ്രവർത്തനം ഈ മേഖലയിൽ കാട്ടിക്കൊടുക്കേണ്ടത്. എനിക്കറിയാം നമ്മുടെ സമിതി വിചാരിച്ചാലും നടക്കില്ല. നമ്മുടെ ഇതിൻ്റെ മറ്റേ കരിമടം ബീച്ച് ബസ്സിൻ്റെ കാര്യങ്ങളാലും ചിലവ് കൈ വരുമ്പോൾ ചിലവ് തന്നെ ഉണ്ടാവുക, അങ്ങനെ കൃത്യമായി ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് തോന്നി പോരാ, എന്തായാലും നമ്മളിതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്തായാലും കടൽത്തീരം നമ്മുടെ മനസ്സിലുള്ളത് ഒരു സൗന്ദര്യവൽക്കരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കടലിൽ നമ്മുടെ വടക്ക് തൊട്ട് ലോകത്ത് മുഴുവൻ ആക്കി കൊടുക്കുന്നത് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് തീരങ്ങളുണ്ട്. ആ തീരമൊക്കെ ചേർക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് നമ്മുടെ മഠത്തിലുള്ള തളിക്കുളം, അതുപോലെ തന്നെ നാട്ടിക, അതുപോലെ വലപ്പാട് പ്രദേശത്തെ കടൽ തീരങ്ങൾ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഭംഗിയായ രീതിയിൽ ആൾക്കാർ കടന്നു പോകാനും വരാനുള്ള അവസരം ഉണ്ടാക്കണം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ഡിസംബർ 24 ആരംഭിക്കുന്ന നൃത്ത സംഗീതോത്സവത്തിന് കാനാടിക്കാവ് മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ ആശീർവാദത്തോടെ തിരിതെളിയുമ്പോൾ നമ്മുടെ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കലാപ്രതിഭകളുടെ 9 ദിവസം നീണ്ടു നിൽക്കുന്ന മികവാർന്ന കലാ ഉപാസനകൾ മാറ്റുരയ്ക്കുന്ന ആഘോഷദിന രാത്രങ്ങൾക്ക് തുടക്കം കുറിക്കുകയായി. ഡിസംബർ 29-ാം തീയതി വൈകിട്ട് 7 മണിക്ക് പ്രശസ്ത തെന്നിന്ത്യൻ പിന്നണി ഗായകരായ ആര്യദയാൽ, അമൃത സുരേഷ്, സിദ്ധാർത്ഥ് മേനോൻ എന്നിവർ ഒരേ വേദിയിൽ ഒന്നിക്കുന്ന ലൈവ് മ്യൂസിക് ബാൻഡ്. ഡിസംബർ 30-ന് വൈകിട്ട് 7 മണിക്ക് ആരാധകർക്ക് ആവേശമായ, കാണികൾക്ക് ഹരമായ, ജൻസി തരംഗമായ തെന്നിന്ത്യൻ മ്യൂസിക് ബാൻഡ് മസാല കോഫി അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് കൺസേർട്ട് കാനാടിക്കാവ് മൈതാനിയിൽ ഡിസംബർ 30-ന് വൈകിട്ട് 7 മണിക്ക്. ജനുവരി 2 വെള്ളിയാഴ്ച രാവിലെ 8-ന് തൃപ്രയാർ തേവരുടെ സന്നിധിയിൽ പൂജിച്ച തിരുവാഭരണങ്ങൾ, അഭിഷേക കാവടി, തെയ്യം, തിറ, ചിന്തുപാട്ട്, ശിങ്കാരിമേളം എന്നീ ദൃശ്യവാദ്യ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി 10 മണിയോടെ കാനാടിക്കാവിൽ എത്തിച്ചേരുകയും തുടർന്ന് അഭിഷേകവും കാനാടിക്കാവിന്റെ തിരുമുറ്റത്ത് പ്രസ്തുത വാദ്യ കലാരൂപങ്ങളോടെ കാവടിയാട്ടവും അരങ്ങേറും. ജനുവരി 2 വെള്ളിയാഴ്ച രാത്രി ഭഗവാൻ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ 1-ാം ദിവസത്തെ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് തിമിലയിൽ താളവിസ്മയം തീർക്കുന്ന തിരുവമ്പാടി മഠത്തിൽ വരവ് മേളത്തിന് നെടുംനായകത്വം വഹിക്കുന്ന മേളപ്രമാണി കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിൽ പഞ്ചവാതിൽ അകമ്പടി സേവിക്കുന്നു. കൂടെ തിറയാട്ടവും ശിങ്കാരിക്കാവടിയും ശിങ്കാരിമേളവും. തിറവെള്ളാട്ട് ദിവസമായ ജനുവരി 3-ന് ശനിയാഴ്ച വൈകിട്ട് 8 മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി 100-ൽ പരം വാദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിന്റെ തിരുമുറ്റത്ത് പഞ്ചാരിമേളത്തിന്റെ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു. എഴുന്നള്ളിപ്പിന് അകമ്പടിയായി തിറയാട്ടവും മറ്റു ദൃശ്യവാദ്യ കലാരൂപങ്ങളും അരങ്ങേറുന്നു. ജനുവരി 4
ഞായറാഴ്ച രാവിലെ 10 മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. രൂപക്കള ദർശനം പരമപുണ്യം, രൂപക്കള സ്പർശനം പാപമോചനം, രൂപക്കള സമർപ്പണം ത്രികാലദോഷമോചനം. ഈ ധന്യമായ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. ഹേയ്, ഒരു നിമിഷം. വർദ്ധിച്ചു വരുന്ന ഈ വൈദ്യുതി ബിൽ നിങ്ങളുടെ സമാധാനം എല്ലാ മാസവും ഇല്ലാതാക്കുകയാണോ? ഇനി വൈദ്യുതി ബില്ലിനെ ഭയക്കേണ്ട. ദിവസം വെറും 85 രൂപ മുടക്കിയാൽ നിങ്ങൾക്കും ടാറ്റയുടെ സോളാർ സ്വന്തമാക്കാം. അതും വെറും 6% പലിശയിൽ ലോൺ സൗകര്യവും. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഗാർഹിക ഉപകരണങ്ങൾക്ക് പുറമെ നിങ്ങളുടെ ഇലക്ട്രിക് വാഹനം സൗജന്യമായി ചാർജ് ചെയ്യാനും സാധിക്കും. ഇന്ത്യയുടെ നമ്പർ 1 ബ്രാൻഡായ ടാറ്റ പവർ സോളാറിലൂടെ സർക്കാരിന്റെ PM സൂര്യഘർ യോജന വഴി നിങ്ങൾക്ക് 78,000 രൂപ വരെ സബ്സിഡി നേടാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കിട്ടുന്ന 78,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 2 വർഷം വരെയുള്ള EMI അടച്ചു തീർക്കാം. അതായത് ആദ്യത്തെ 2 വർഷം നിങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക ബാധ്യതയില്ല. അതിനു പുറമെ ടെക് ടാറ്റ നിങ്ങൾക്കായി നൽകുന്നു 15,000 രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും. പക്ഷേ ഒന്നോർക്കുക, 15,000 രൂപയുടെ ഈ ഡിസ്കൗണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഉയർന്ന ബില്ലുകൾക്ക് വിട പറയൂ. ബുക്കിംഗിന് വേണ്ടി ഇപ്പോൾ തന്നെ ടെക് ടാറ്റയെ വിളിക്കൂ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. താണിയം പഞ്ചായത്ത് വാർഡ് 5 ക്രിസ്തുമസ് ആഘോഷം നടത്തി. തൊഴിലുറപ്പ് തൊഴിലാളികൾ, അംഗനവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ, ശുചിത്വ കർമ്മ സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. വാർഡ് മെമ്പർ അജിത മോഹൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് താണിയം ഡിവിഷൻ അംഗം KP സന്ദീപ്, ബ്ലോക്ക് കിഴക്കുമുറി ഡിവിഷൻ അംഗം MV സുരേഷ്, തൊഴിലുറപ്പ് മാറ്റ് കിസ്മത്ത് എന്നിവർ സംസാരിച്ചു. തൊഴിലുറപ്പ് കേന്ദ്രത്തിൽ തന്നെ വന്ന് ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ എത്ര കാലം ഈ തൊഴിൽ നമ്മുടെ മുമ്പിൽ ഇനി ഉണ്ടാകുമെന്നുള്ളൊരു ആശങ്ക ഒരു ഭാഗത്തുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ പാസ്സാക്കിയ നിയമം അനുസരിച്ച് തൊഴിലുറപ്പിൻ്റെ പേര് തന്നെ മാറി. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ മഹാത്മാഗാന്ധിയുടെ പേരിലുണ്ടായിരുന്ന ദേശീയ തൊഴിലുറപ്പ് പദ്ധതി VBG റാംജി എന്ന പേരിൽ ഒരു പുതിയ പേരിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ 100 ദിവസങ്ങൾ തൊഴിലുറപ്പിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ പറയുന്നത് 125 ദിവസം ഉണ്ടാകുമെന്നുള്ളൊരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം എത്രമാത്രം നടപ്പിലാകുമോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആശങ്ക ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. എടമുട്ടം ക്രിസ്തുരാജ ദേവാലയത്തിൽ ക്രിസ്തുരാജന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുനാൾ ഡിസംബർ 26 മുതൽ 2026 ജനുവരി 5 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 26 വൈകിട്ട് 5 മണിക്ക് കൊടിയേറ്റത്തോടുകൂടി തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് തുടക്കമാകും. 2026 ജനുവരി 2-ാം തീയതി വൈകുന്നേരം 5:30 വിശുദ്ധ കുർബാന, ലതീൻ നൊവേന, തുടർന്ന് ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം. ജനുവരി 3-ാം തീയതി അമ്പു തിരുനാൾ ദിവസം രാവിലെ 7-ന് പ്രസിദ്ധേന്തി വാഴ്ച, വിശുദ്ധ കുർബാന, ലതീൻ നൊവേന. റവറൻഡ് ഫാദർ ജിൻഡോ പെരപ്പാടൻ മുഖ്യ കാർമ്മികനാകും. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വീടുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ്. രാത്രി അമ്പ് പള്ളിയിൽ 10 മണിക്ക് എത്തിച്ചേരും. ഡിസംബർ 4 തിരുനാൾ ദിനത്തിൽ രാവിലെ 10-ന് പ്രസിദ്ധേന്തി വാഴ്ച. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ സെൻജോ
മാളിയേക്കൽ കൂനൻ മുഖ്യ കാർമ്മികനാകും. ഫാദർ സ്റ്റീഫൻ അറയ്ക്കൽ തിരുനാൾ സന്ദേശം നൽകും. വൈകുന്നേരം 3:30 വിശുദ്ധ കുർബാന, തിരുനാൾ പ്രദക്ഷിണം 7 പ്രദക്ഷിണം സമാപനം. തുടർന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ക്രിസ്തുരാജ ദേവാലയം വികാരി ഫാദർ ജിബിൻ നായത്തോടൻ, കൈക്കാരൻ TJ ടോണി, ജനറൽ കൺവീനർ KMD ജോൺസൺ, പബ്ലിസിറ്റി കൺവീനർ ബെന്നി ആലപ്പാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എടമുട്ടം ക്രിസ്തുരാജ ഇടവകയിൽ മതബോധന യൂണിറ്റിന്റെയും കുടുംബ സമ്മേളനത്തിന്റെയും നേതൃത്വത്തിൽ മെഗാ കരോൾ സംഘടിപ്പിച്ചു. ഇടവകയുടെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച കരോൾ സംഘം വീടുകളിലെത്തി ക്രിസ്തുമസ് ആശംസകൾ നേർന്നു. മതബോധന യൂണിറ്റ് അധ്യാപകരും കുടുംബ സമ്മേളന ഭാരവാഹികളും നേതൃത്വം നൽകി. CAS നാട്ടികയുടെയും CAS കൊടുങ്ങല്ലൂരിൻ്റെയും NSS സപ്തദിന സഹവാസ ക്യാമ്പിന് നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. SN ട്രസ്റ്റ് സ്കൂൾ ലോക്കൽ മാനേജർ PK പ്രസന്നൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. CAS നാട്ടിക പ്രിൻസിപ്പൽ ഷീജ PR അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ NSS പ്രോഗ്രാം ഓഫീസർ ഫെർഡിനാൻഡ് വില്യം ക്യാമ്പ് പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. SNT-HSS നാട്ടിക PTA പ്രസിഡന്റ് PSP നസീർ, CAS കൊടുങ്ങല്ലൂർ അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ ദീപാചന്ദ്രൻ, SNT-HSS എക്കണോമിക്സ് വിഭാഗം അധ്യാപകൻ രഘുരാമൻ, നാട്ടിക NSS പ്രോഗ്രാം ഓഫീസർ രമ്യ KK, NSS സെക്രട്ടറി ആര്യനന്ദ KG എന്നിവർ സംസാരിച്ചു. ഈ സഹവാസ ക്യാമ്പിൽ എത്തിച്ചേർന്നിട്ടുള്ള വളണ്ടിയേഴ്സ് ഇപ്പോൾ നേരത്തെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഒക്കെ നമ്മളോട് പറഞ്ഞു. നമുക്ക് ആ വേർഡിൽ തന്നെ ഉണ്ടല്ലേ, സഹവാസ ക്യാമ്പാണ്. ആ സഹവാസം കൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ, നമ്മളിപ്പോ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ, അല്ലേ? ആ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന നമ്മളെല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്നൊരു അന്തരീക്ഷം ഉണ്ടാവും. 7 ദിവസം നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഒന്നിച്ച് നമ്മളിവിടെ ജീവിക്കും. നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ പരിമിതമായ സൗകര്യങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, നേരത്തെ പറഞ്ഞില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ പറഞ്ഞാൽ ഇത്തിരി വൈകാം, ചിലപ്പോൾ കുറച്ച് നേരത്തെ ആവാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ടോളറേറ്റ് ചെയ്യാൻ പഠിക്കും. ഒരു ചെറിയ കാര്യം പറഞ്ഞത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും നമ്മൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ടോളറേറ്റ് ചെയ്യാൻ പഠിക്കും. ക്രിസ്തുമസിനോടനുബന്ധിച്ച് തൃപ്രയാർ താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ബോന്നത്താലെ മെഗാ കരോൾ വർണ്ണാഭമായി ആഘോഷിച്ചു. അന്തിക്കാട് ബ്ലോക്ക് മെമ്പർ സിജോ പുലിക്കോട്ടിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. വികാരി ഫാദർ ടെഡ്സ് കുന്നപ്പിള്ളി കരോൾ സന്ദേശം നൽകി. കൈക്കാരന്മാരായ സിജോ ചിറയത്ത്, പ്രതീഷ് ചിറയത്ത്, ഫെബി തോട്ടുങ്ങൽ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് കരോൾ ഡാൻസ് ഉണ്ടായിരുന്നു. എൻ്റെ KCയും മറ്റു ചെറുപ്പക്കാരായ സുഹൃത്തുക്കളെ, ഇവിടെ ബോന്നത്താലയ്ക്ക് വളരെ ഭംഗിയായി ക്രിസ്മസിനോടനുബന്ധിച്ച് ബോന്നത്താലയുടെ ഗാനാലപിച്ചുകൊണ്ട് നല്ല രീതിയിൽ നൃത്തം വയ്ക്കുന്ന കുഞ്ഞുമക്കളെ, പ്രിയമുള്ളവരെ, നാട്ടുകാരെ, വളരെ ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ അച്ഛൻ സൂചിപ്പിച്ച പോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം സ്വന്തം ഇടവകയിൽ നിന്ന്, സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഇങ്ങനെയൊരു അംഗീകാരം ലഭിച്ചതിൽ എല്ലാവർക്കും നന്മ നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.
NAS കോളേജിൽ വിപുലമായ പരിപാടികളോടെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ നടന്നു. വിദ്യാർത്ഥികളുടെ പുൽക്കൂട് നിർമ്മാണ മത്സരത്തിനോടനുബന്ധിച്ച് കേക്കുകൾ മുറിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും ക്രിസ്തുമസ് ആഘോഷിച്ചു. ശരീര സൗന്ദര്യ മത്സരത്തിൽ മിസ്റ്റർ തൃശൂരായ വിദ്യാർത്ഥി മുഹമ്മദ് സാബിദ് ഷഫീറിനെ കോളേജ് പ്രിൻസിപ്പൽ NC അനീജ അനുമോദിച്ചു. തുടർന്ന് NAS ക്യാമ്പസിൽ നടന്ന ബാൻഡ് മേളം വിദ്യാർത്ഥികൾക്ക് ദൃശ്യവിരുന്നൊരുക്കി. അധ്യാപകരായ വി ശശിധരൻ, ലതിമോൾ MV, സ്മിത, അപർണ, ലിജിന, കവിത, പ്രിയങ്ക ബാബു, ദീപ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ഇനി ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. തിരികെ വാർത്തകളിലേക്ക്. SNS സമാജം വിദ്യാമന്ദിർ എടമുട്ടം സ്കൂളിൽ വാർഷികാഘോഷ പരിപാടി നടത്തി. ചലച്ചിത്ര താരം ജയ്കിഷ് ഉദ്ഘാടനം ചെയ്തു. ഞാനിങ്ങനെ ഇതിപ്പോൾ ഒരു 2ാമത്തെ വേദിയിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡേ ആണ് ഈ ആനുവൽ ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും, പക്ഷേ എല്ലാ പ്രോഗ്രാംസിനും നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഈ ആനുവൽ ഡേയുടെ അന്ന് എപ്പോഴും വളരെ സെലക്റ്റീവായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാംസ് ആണ് വരിക. സോ അന്ന് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എപ്പോഴും ആനുവൽ ഡേ സെലിബ്രേഷൻസിനാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. പിന്നെ എന്താ പറയുക, നമ്മളുടെ ഒരു വർഷത്തിലെ നമ്മുടെ അക്കാഡമിക്കിലായാലും നമ്മുടെ കൾച്ചറൽസ് ആയാലും സ്പോർട്സിൻ്റെ ആയാലും ഈവൻ ടീച്ചിങ് സ്റ്റാഫ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് എല്ലാവരുടെയും അച്ചീവ്മെൻറ്റ്സിനുള്ള ഒരു വിലയിരുത്തൽ കിട്ടുന്ന ഒരു മെയിൻ ഡേ ആയിട്ടാണ് എനിക്ക് ആനുവൽ ഡേ എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. SNS സമാജം പ്രസിഡന്റ് അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ അധ്യക്ഷനായി. സ്കൂൾ ലീഡർ പൗർണമി സാജൻ,
SNS സമാജം പ്രിൻസിപ്പൽ പ്രസീത PS, SNS സമാജം സെക്രട്ടറി രാജേഷ് വേളേക്കാട്ട്, സമാജം ട്രഷറർ സുമോദ് എരണയെഴുത്ത്, ജിതിൻ ചോലയിൽ, PTA പ്രസിഡന്റ് നിമ രതീഷ്, സച്ചിൻ കുന്നുപറമ്പിൽ, സുരേഷ് ബാബു കാരയിൽ, മോഹൻദാസ് വടക്കുംചേരി, ഉണ്ണികൃഷ്ണൻ വാഴപ്പുള്ളി, ബാബുരാജ് വാലിപ്പറമ്പിൽ, രഞ്ജൻ എരുമത്തുരുത്തി, ജിതേഷ് കാരയിൽ, ജിജിൻ മച്ചിങ്ങൽ, ആർട്സ് സെക്രട്ടറി രാഘനന്ദ എന്നിവർ സംസാരിച്ചു. കലാകായിക മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി. മണലൂർ സ്നേഹാരാം സ്പെഷ്യൽ സ്കൂളിൽ നടത്തിയ ക്രിസ്തുമസ് ആഘോഷം വർണ്ണാഭമായി. ലയൺസ് ക്ലബ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മനസ്സിലേക്ക് അവിടെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ വന്നിരിക്കുന്ന 250-ൽ പരം വിധവകളുടെ ആ സംഗമം, ആ ക്രിസ്മസ് സെലിബ്രേഷനോടനുബന്ധിച്ച സംഘം കാണുമ്പോൾ ഒരു സൈഡിൽ സന്തോഷം നൽകുമ്പോഴും വളരെയധികം വേദന നൽകുന്ന ഒരു അവസ്ഥയാണ് ഫീൽ ചെയ്യുന്നത്. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള സെലിബ്രേഷനായിരുന്നു ഇന്നലെ വൈകുന്നേരം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചത്. അതിനുശേഷം ലഹരി വിമുക്ത പ്രോഗ്രാം എന്നുള്ള പ്രോഗ്രാമും അവിടെ ഇന്നലെ സംഘടിപ്പിക്കുകയുണ്ടായി. നമ്മുടെ സമൂഹത്തിൽ നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു. ചിലർ വളരെയധികം വേദനകൾ അനുഭവിക്കുന്നു. ചിലർ പല പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇവർക്കൊക്കെ ഒരു താങ്ങും തണലുമായിട്ടൊരു പക്ഷേ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സേവന പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ട് നിൽക്കുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ, ഐക്യരാഷ്ട്രസഭ പോലും അംഗീകരിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ, അതെനിക്ക് നിങ്ങളുടെ മുന്നിൽ വളരെ അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. അത് ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ആണെന്നുള്ള. ഫാദർ ജോജു ചിരിയൻകണ്ടത്ത് ക്രിസ്തുമസ് സന്ദേശം നൽകി. സ്നേഹാരാം PTA പ്രസിഡന്റ് TR ജോയ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് സ്നേഹാരാം മണലൂർ എന്ന യൂട്യൂബ് ചാനലിന്റെ പ്രകാശനം കർമ്മവും ചടങ്ങിൽ നിർവഹിച്ചു. മാത്യു ഫ്രാൻസിസ് കാട്ടൂക്കാരൻ, മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സുഖില മോഹൻ, ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഫസാനി, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പീതാംബരൻ രാരമ്പത്ത്, MM ദിനേശൻ, ഡോക്ടർ ആന്റണി തോപ്പിൽ, വെങ്കിടങ്ങൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് രാജൻ ജോസഫ്, MPTA പ്രസിഡന്റ് ഷപ്ന രാജു, അസിസ്റ്റന്റ് ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഷാലറ്റ് എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയി KV സിജിത്തിനെ അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിയമിച്ചു. നിലവിൽ അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും INTUC മണലൂർ റീജിയൻ പ്രസിഡന്റ് കൂടിയാണ്. വാടാനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് ഇലക്ടഡ് സംസ്ഥാന സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വാടാനപ്പള്ളി സ്വദേശി പരേതനായ കുറ്റംപറമ്പത്ത് വേലുണ്ണിയുടെ മകനാണ് KV സിജിത്ത്. കയ്പമംഗലം കൂരിക്കുഴി ടീം ഹീറോ യങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പുതിയ ഓഫീസ് ഉദ്ഘാടനവും സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും നടത്തി. 40 വർഷമായി കൂരിക്കുഴി 18 മുറി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹീറോ യങ്സ് ക്ലബിന്റെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം കയ്പമംഗലം സബ് ഇൻസ്പെക്ടർ ജെയ്സൺ നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് PH ഹിളർ അധ്യക്ഷത വഹിച്ചു. സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് ബാലതാരം ഡാവിഞ്ചി നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ KK സഖറിയ, മണി ഉല്ലാസ്, ഷാഹിർ പഴുമ്പറമ്പിൽ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ ജിനോബ്, സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് നജീബ് എക്സൽ,
ക്ലബ് രക്ഷാധികാരി ടി കെ ഉബൈദ്, കെ കെ അഫ്സൽ, ക്ലബ് ട്രഷറർ ടി എം മൻസൂർ, ഗായകൻ അഹമ്മദ് നജാദ്, ചിത്രകാരൻ സെയ്ദ് ഷാഫി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മികച്ച വിജയം കൈവരിച്ച ക്ലബിലെ അംഗങ്ങൾക്ക് സ്നേഹോപഹാരങ്ങൾ നൽകി. SNSC ചന്ദ്രാപിന്നിയുടെ 56ാമത് അഖില കേരള വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. പെരുമ്പടപ്പ ഈസ്റ്റ് UP സ്കൂൾ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിച്ച മത്സരങ്ങൾ മുൻ വോളിബോൾ താരം പ്രമോദ് കരിമ്പാടം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ നവമി പ്രസാദ് അധ്യക്ഷയായി. ക്ലബ് പ്രസിഡന്റ് സന്തോഷ് കൊല്ലാറ, സെക്രട്ടറി ജെനു പൊനത്തിൽ, ട്രഷറർ സാജു കളാന്ത്ര, PC രവി, സുരേഷ് കുമാർ മേനോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന മത്സരത്തിൽ കൊച്ചിൻ കസ്റ്റംസ് ജേതാക്കളായി. 2-നെതിരെ 3 സെറ്റുകൾക്ക് NKASC എടത്തുരുത്തിയെയാണ് പരാജയപ്പെടുത്തിയത്. ഓർത്തിട്ടാണ്ടിക്കാൻ പറ്റില്ല, കാരണം അത്രക്ക് ഒരു ബന്ധമുണ്ട് നമ്മുടെ ഈ ചന്ദ്രപിള്ളി SNSC ചന്ദ്രപിള്ളിയായി. ആദ്യം തന്നെ നമ്മളുടെ SNSC ചന്ദ്രപിള്ളിയുടെ ഭാരവാഹികളോട്, ഇവിടുത്തെ കായിക പ്രേമികൾ, പ്രത്യേകിച്ച് വോളിബോളിനെ ഹൃദയത്തോട് ചേർത്ത് വച്ചിരിക്കുന്ന ഇവിടുത്തെ വോളിബോൾ പ്രേമികളായ നാട്ടുകാർ, പെരുങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിരുവള്ളാട്ടു മഹോത്സവത്തിനോടനുബന്ധിച്ച് നൃത്ത സംഗീതോത്സവം ആരംഭിച്ചു. 10 ദിവസം നീണ്ടുനിൽക്കുന്ന വാദ്യ നൃത്ത കലാ ഉപാസനകൾക്ക് കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ഭദ്രദീപം തെളിയിച്ചു. ഭഗവാന്റെ മുന്നിൽ ഈ കലാപ്രകടനം നടത്താനായിട്ട് എത്തിച്ചേർന്ന എല്ലാ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ കൂപ്പുകൈ. സത്യം വധ ധർമ്മം ചര, സത്യം പറയണം, ധർമ്മം ആചരിക്കണം. മനുഷ്യൻ 4 ധർമ്മങ്ങളാണ് ആചരിക്കേണ്ടത്: സത്യം, ദയ, ദാനം, തപസ്. സത്യം പറയണം, കള്ളം പറയരുത്, ദാനങ്ങൾ നടത്തണം. അത് നല്ല മനസ്സോടുകൂടി കണ്ടറിഞ്ഞ് വിഷമിക്കുന്നവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യണം. പിന്നെ നമ്മളുടെ സഹജീവികളോട് നമ്മൾ സ്നേഹത്തോടുകൂടി അവരുടെ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതുപോലെ തന്നെ തപസ് എന്ന് പറഞ്ഞാൽ ഈശ്വര ആരാധനയാണ്, ഉപാസനയാണ്. കാനാടിക്കാവ് ട്രസ്റ്റ് മെമ്പർമാരായ സൈജു കാനാടി, കൃഷ്ണരാജ് കാനാടി, ശ്രീകൃഷ്ണൻ കാനാടി, ചന്ദ്രിക വിഷ്ണു ഭാരതി സ്വാമി എന്നിവർ പങ്കെടുത്തു. മംഗളവാദ്യത്തെ തുടർന്ന് തൃപ്രയാർ ശ്രീരഞ്ജിനി കലാക്ഷേത്രം, സാരംഗി സംഗീത നിലയം, വലപ്പാട് എന്നിവയിലെ വിദ്യാർത്ഥികൾ സംഗീതാർച്ചന നടത്തി. കൃഷ്ണൻ ഉണ്ണി, ഘനശ്യാം കൊടുങ്ങല്ലൂർ, ഋതുരാഗ് മോഹൻ, അനന്യ മോഹൻ, വിദ്യാ വിജയൻ ഒല്ലൂർ, സ്മിതലക്ഷ്മി ചിയാരം എന്നിവർ വായ്പാട്ട് അവതരിപ്പിച്ചു. നൃത്ത സംഗീതോത്സവത്തിൽ ഉച്ചയ്ക്ക് ശേഷം അനുശ്രീ മഞ്ചേരിയുടെ കുച്ചിപ്പിടി, കൃഷ്ണവേണി രാവുണ്ണിയുടെ മോഹിനിയാട്ടം, ഒളരി ശ്രീമന്ത്രിണി ഗ്രൂപ്പിലെ ലക്ഷ്മി ശിവൻ, നയന, ആരതി, അഞ്ജലി എന്നിവർ അവതരിപ്പിച്ച ഭരതനാട്യം, അർച്ചന എന്നിവ മികവുറ്റതായി. വൈകിട്ട് ശ്രീഭദ്ര ഇടമുട്ടം, ചെത്തിമന്താരം എന്നീ കലാസമിതികളുടെ തിരുവാതിരക്കളി, ഭൈരവ കലാസമിതി കെടാമംഗലം, ശിവകാർത്തികേയ കലാക്ഷേത്രം നോർത്ത് പറവൂർ എന്നിവരുടെ വീരനാട്യവും ഏറെ ശ്രദ്ധേയമായി. വ്യാഴാഴ്ച രാവിലെ 9-ന് കോട്ടയം പാലായിലെ വിനോദ് സൗഭർണിക അവതരിപ്പിക്കുന്ന സോപാന സംഗീതത്തോടെ 2ാം ദിവസത്തെ പരിപാടികൾ ആരംഭിക്കും. തുടർന്ന് കൊച്ചിൻ ധ്വനി മ്യൂസിക് അക്കാദമി, നടന സരോവരം ചാഴൂർ, ദേവ അച്യുതം സ്കൂൾ ഓഫ് മ്യൂസിക്, അനശ്വര ഡാൻസ് അക്കാദമി അങ്കമാലി, നാഥം സംഗീത വിദ്യാലയം ഇരിഞ്ഞാലക്കുട, സാരംഗ നടനം കലാസമിതി കെടാമംഗലം, വൈഗ ബിജോയ്, പാർവതി ബൈജു, സാരംഗി പ്രജിത്ത് ഒറ്റപ്പാലം എന്നിവരുടെ നൃത്ത സംഗീത പരിപാടികൾ അരങ്ങേറും. ജനുവരി 2, 3 തീയതികളിൽ വൈകിട്ട് 8-ന് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് കോങ്ങാട് മധുവിന്റെ പഞ്ചവാദ്യവും സിനിമാ താരം ജയറാമിന്റെ പഞ്ചാരിമേളവും അകമ്പടിയാകും.
ക്രിസ്തുമസിനോടനുബന്ധിച്ച് തളിക്കുളം സെന്റ് മേരീസ് പള്ളിയിൽ ഭോൻ നത്താലെ കരോൾ സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ ഡെവിൻ തറയിൽ ക്രിസ്തുമസ് സന്ദേശം നൽകി. തുടർന്ന് കൊച്ചുകുട്ടികളും മുതിർന്നവരും ചേർന്ന് കരോൾ ഡാൻസ് അവതരിപ്പിച്ചു. ഇടവക ഭോൻ നത്താലെ കോർഡിനേറ്റർമാരായ സാജൻ തോമസ്, മിഷ ജോജി, കൈക്കാരന്മാരായ KP ജെയിംസ്, ജോസഫ് പയ്യപ്പള്ളി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മണലൂർ അയ്യപ്പൻകാവ് ദേശവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ കലാസന്ധ്യയിൽ ചൊവ്വാഴ്ച വൈകിട്ട് മണലൂർ നടരാജ നൃത്തസംഗീത വിദ്യാലയം അവതരിപ്പിച്ച വിവിധ നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുധീർ പൊറ്റേക്കാട് അധ്യക്ഷത വഹിച്ചു. MT താജൻ, സുനിൽ കൊച്ചത്ത്, TG രഞ്ജിത്ത്, CS അജീഷ്, TM ബിജു, ഗംഗാ സുദർശ്, VA വൈശാഖ്, TC വിപിൻ, CH രാഹുൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അന്തിക്കാട് പ്രസ് ക്ലബ് ക്രിസ്മസ് ആഘോഷവും അംഗങ്ങൾക്ക് കേക്ക് വിതരണവും സംഘടിപ്പിച്ചു. മണലൂർ സഹകരണ ആശുപത്രി മുൻ പ്രസിഡന്റ് TK ഭാസ്കരൻ ആഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രവാസി വ്യവസായി TB രവി ക്രിസ്മസ് സന്ദേശം നൽകി. പ്രസ് ക്ലബ് സെക്രട്ടറി അബ്ബാസ് വീരാവുണ്ണി അധ്യക്ഷത വഹിച്ചു. ജോസ് വാവേലി, വിജോ ജോർജ്, സുബ്രൻ അന്തിക്കാട്, VS സുനിൽകുമാർ, ഷാജു കാരമുക്ക, PA ഹുസൈൻ എന്നിവർ സംസാരിച്ചു. സാമ്പത്തിക സേവന രംഗത്തെ വിശ്വസ്തതയുടെ മുഖമുദ്രയായ പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ബ്രാഞ്ച് പെരിഞ്ഞനത്ത് പ്രവർത്തനം ആരംഭിച്ചു. ET ടൈസൺ MLA പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ നമ്മുടെ ഈ സ്ഥാപനം വന്നു എന്നുള്ളത് ഇതിൻ്റെ പ്രവർത്തനത്തെ നന്നായി സഹായിക്കുമെന്നാണ് വിശ്വാസമാണ് ഞങ്ങൾക്ക്. ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിയുന്ന പ്രസ്ഥാനമായിട്ട് കുറേ നാളുകളായി ഇവിടെ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നു. നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഈ നോട്ടീസിൽ പറയുന്ന പോലെ തന്നെ നിക്ഷേപവും അതുപോലെ ലോണും നന്നായി കൃത്യതയോടുകൂടി നടത്താൻ കഴിഞ്ഞിട്ട് ജനങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഏറ്റവും വേഗത്തിൽ ചിലപ്പോൾ പക്ഷേ അവരുടെ സ്വർണം പണയപ്പെടുത്തിയോ അല്ലാതെയോ ഒക്കെ ഇരിക്കുന്ന
കൂടുതൽ തുക അവർ ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും. അവരുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാവുന്ന ആവശ്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി. മുൻ വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ദിലീപ് കരുവത്തിൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ, പെരിഞ്ഞനം യൂണിറ്റ് പ്രസിഡന്റ് KK ബാബുരാജ്, സെക്രട്ടറി KV ശരത് ചന്ദ്രൻ, ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഹരിദാസ് ആലേക്കാരൻ, പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ് ചെയർമാൻ MK സാജു, മാനേജിംഗ് ഡയറക്ടർ CA ജോൺസൺ, വൈസ് ചെയർമാൻ രഘിൽ മുരളി, സെയിൽസ് AVP MG രാജേഷ് കുമാർ, റീജിയൻ മാനേജർ TG ഉഷ, പെരിഞ്ഞനം ബ്രാൻഡ് മാനേജർ PV സജീവൻ, ബിൽഡിംഗ് ഓണർ NA ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റിന്റെ 30ാമത്തെ ബ്രാഞ്ചാണ് പെരിഞ്ഞനത്ത് ആരംഭിച്ചിട്ടുള്ളത്. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ലോൺ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പെരിഞ്ഞനം ശാഖയിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനോടൊപ്പം ഗോൾഡ് ലോൺ, പേഴ്സണൽ ലോൺ, ബിസിനസ് ലോൺ, മൈക്രോ ഫിനാൻസ്, ഇൻഷുറൻസ്, മണി എക്സ്ചേഞ്ച് എന്നീ സേവനങ്ങളും ലഭ്യമായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് എന്താണ് ജസ്റ്റ് ലൈക്ക് ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്, അതായത് നമുക്ക് ഉള്ള പ്രോഡക്റ്റുകൾ ജസ്റ്റ് ഞങ്ങളൊന്ന് പറയാം. അതായത് FD ആൻഡ് ലോൺ, ഇതാണ് ബാങ്കിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഇങ്ങോട്ട് കൊണ്ടുവരിക, അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ FDകൾക്ക് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ നല്ലൊരു ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. 12% മാസാമാസം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ 12%. ഫോർ എക്സാമ്പിൾ ഒരു 10 ലക്ഷം ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 10,000 വെച്ചിട്ടാണ് നമുക്ക് മാസം ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം 2023 ആണ് നമ്മൾ കൂടുതൽ ബ്രാഞ്ചുകളിലേക്ക് എക്സ്പാൻഷൻ എന്ന ആശയം മാനേജ്മെന്റിന്റെ ഒരു ഭാവനയിൽ വരികയും ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് തന്നെ നമുക്ക് 30ഓളം ബ്രാഞ്ചുകൾ തുടങ്ങാൻ കഴിയുക എന്ന് പറഞ്ഞാൽ 30 എന്ന് പറയുന്ന ബ്രാഞ്ച് ഒരു വലിയ നമ്പർ ഒന്നുമില്ല. പക്ഷെ ഈ 30ഓളം ബ്രാഞ്ചുകൾ സക്സസ് ആക്കുക എന്ന് പറയുന്നത് വലിയൊരു പരിശ്രമമാണ്. കാരണം ഒരു ബ്രാഞ്ച് ആരംഭിച്ച് അതിൻ്റെ ആ ബിസിനസ്സോട് കൂടി തന്നെ ആ ബ്രാഞ്ചിൻ്റെ ബിസിനസ്സോട് തന്നെ ആ ബ്രാഞ്ച് ഒരു സക്സസ്സിലേക്ക് നീങ്ങിയതിനു ശേഷമാണ് നമ്മൾ ഓരോ ബ്രാഞ്ചും ഓരോ ലൊക്കേഷനും ഐഡന്റിഫൈ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുപ്പിറവിയെ വരവേൽക്കാൻ നാടൊരുങ്ങി. കരോളും ബോൺ നത്താലയുമായി ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമായി. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ടിനോടനുബന്ധിച്ച നൃത്ത സംഗീതോത്സവം ആരംഭിച്ചു. ചന്ദ്രാപിന്നി SNSCയുടെ അഖില കേരള വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. ഇതോടുകൂടി വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.